ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് മാരേജിലോട്ട് എത്തോ ഇല്ലേന്ന് നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? അത് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ മാരേജിൽ എന്തായാലും എത്തും. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കരിയർ എന്താണോ അതിൽ നല്ല രീതിയിൽ സപ്പോർട്ടും മോട്ടിവേഷനും കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും രീതിയിൽ മെൻ്റലി എങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ അവർക്ക് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്കൊക്കെ ആണെങ്കിൽ ആ സ്ട്രെസ്സൊക്കെ കുറക്കാൻ നമ്മളോട് കുറച്ചു നേരം വിളിച്ച് സംസാരിക്കുന്നത് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അതുപോലും അവർക്ക് അതിനുള്ള ഒരു പ്രചോദനമായിരിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിലേഷൻഷിപ്പ് മാരേജിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു സൈൻ മാത്രമാണ്, കുറച്ചുകൂടി സയൻസ് പറയുന്നുണ്ട്. അതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് മാരേജിൽ എത്തിയിരിക്കും. അപ്പോൾ ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒന്ന് താങ്ക് യു ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. തൻ്റെ പാർട്ണറായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പൈസയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിലവാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൺട്രോൾ ചെയ്യിപ്പിക്കും. അതിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കൂടി അവരെന്ത് ചെയ്യും, ഒന്ന് കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയതിനു ശേഷം ഇങ്ങനെയൊക്കെ ചിലവാക്കാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഒരു ഫിനാൻഷ്യൽ മാറ്ററിൽ കൂടുതൽ ബോധവാന്മാരായിരിക്കും ആര്, ഈ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം, അവർ പൈസ കൂടുതൽ ചിലവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രചോദിപ്പിക്കില്ല. അത് മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യാനും കുറച്ചുകൂടി ലൈഫൊക്കെ ഒന്ന് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാനും വേണ്ടിയിട്ട് ഒരു കൺട്രോൾ അവരുടെ കയ്യിലുണ്ടായിരിക്കും. നേരെ മറിച്ച് ചിലപ്പോൾ പുരുഷന്മാർ അത്രത്തോളം ബോധവാന്മാരായിരിക്കില്ല ആ ഒരു കാര്യത്തിൽ. ഓക്കെ. ഇനി മൂന്നാമത്തത് ടോക്സിക് ഹാബിറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അഥവാ നിരന്തരമായിട്ടുള്ള മദ്യപാനം, നിരന്തരമായിട്ടുള്ള പുകവലി, ഇതൊക്കെ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കി വെക്കും അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവർ ലൈഫ് പാർട്ട്ണറായിട്ട് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരും. അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ നിങ്ങളോട് സ്നേഹത്തോടു കൂടി സംസാരിച്ച് കുറച്ച് കൊണ്ടുവരണം, നിർത്തണം എന്നൊക്കെ നിങ്ങളോട് പറയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അല്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ കൂടെ ഒത്തിരി കാലം സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. നേരെ മറിച്ച് ജസ്റ്റ് ഒരു ഡേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ബ്രേക്കപ്പ് ആവാം എന്നുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് അത് പറഞ്ഞൊന്നും വരില്ല. അപ്പോൾ ടോക്സിക് ഹാബിറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് മേ ബി മാരേജിൽ എത്തിയേക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ടുപേര് പരസ്പരം നല്ല ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തെങ്കിലും അത് അറിഞ്ഞിരിക്കും. ബാക്കിയുള്ള ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കോലാഹലമാവും, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും, നടക്കില്ല, ഇപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനോടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യും അല്ലേ? ആരോടും ഷെയർ ചെയ്തിട്ടില്ലെങ്കിലോ, ഒരു സീക്രട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലോ, ഒരു ഫോട്ടോ, ഒരു സ്റ്റാറ്റസ്, ഒരു ഹാപ്പി ബർത്ത്ഡേ, ഇതൊന്നും ഒരു സ്റ്റാറ്റസ് വെക്കുക, അപ്ഡേറ്റ് ചെയ്യുക ഒന്നും ചെയ്യാതെ വളരെ രഹസ്യമായിട്ട് മാത്രം കൊണ്ടുപോവുകയാണെങ്കിലോ, ആരോടും പറയാതെ, അത് ഡേഞ്ചറാണ്. നേരെ മറിച്ച് കുറച്ച് കുഴപ്പമില്ലാത്ത ആളുകളോടൊക്കെ പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ടെങ്കിൽ അവർ ജെന്യൂനായിരിക്കും, അത് മാരേജിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതേ വളരെ പ്രധാനപ്പെട്ടതാണ്. അഥവാ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുക. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. ഇപ്പോൾ ബാഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു, നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്, അപ്പം നമ്മളെ കേൾക്കുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, മെൻ്റലി ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നേരെ മറിച്ച് നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി, എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്, നേട്ടം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക. എപ്പോഴും നമ്മൾ തളർന്നിരിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് മാരേജിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, സഹായം ചോദിക്കുക, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോവുക. പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ വീണ്ടും വിളിക്കുക, ക്യാഷ് ചോദിക്കുക,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായമായിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മാരേജിലോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ ഈ 5ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഒരു പരാജയം ഉണ്ടാകുമ്പോഴും സക്സസ് ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മളെ വിളിച്ച് സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് മാരേജിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് 5 പ്രധാനപ്പെട്ട സയൻസ്. ഇത് 5 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ തുറന്നു പറയാം, നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ ഒന്ന് ചേസ് ചെയ്യണം, നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറണം, നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്ന് മെസ്സേജ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിൽ പറയുക. അത് 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 100% ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്തിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.